ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മ. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ചാന്ദ്രദിന ക്വിസ് LP വിഭാഗം. ഇതിലെ 47 ചോദ്യങ്ങളിൽ 20ന്റെ ഉത്തരമെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ നോക്കൂ. ഏതായാലും തയ്യാറായിക്കോളൂ. ചന്ദ്രദിന ക്വിസിന് ഉണ്ണീസ് വിജയപാത നിങ്ങളോടൊപ്പമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്വാഗതം. ചന്ദ്രൻ എത്ര ദിവസം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റുന്നത്? 27 ദിവസം. 27. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്ര ദൂരമുണ്ട്? 3,84,400 കിലോമീറ്റർ. ചന്ദ്രന്റെ പേരുള്ള ദിവസം ഏതാണ്? തിങ്കൾ. ചന്ദ്രൻ ഒരു വർഷത്തിൽ എത്ര തവണയാണ് ഭൂമിയെ ചുറ്റുക? 13 തവണ. 13 തവണ. ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണുന്ന ആകാശത്തിന്റെ നിറം? കറുപ്പ് നിറം. കറുപ്പ്. ആദ്യമായി സുരക്ഷിതമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ലൂണ 9, 1966. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ് സമയം. സൂര്യനിൽ നിന്നു പുറപ്പെടുന്ന പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 500 സെക്കൻഡ്. അതായത് 8 മിനിറ്റ് 20 സെക്കൻഡ് സമയം. ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് നമ്മൾ ഭൂമിയിൽ നിന്നും കാണുന്നത് എന്നറിയാമോ? 50%. അതായത് ചന്ദ്രന്റെ പകുതി ഭാഗമാണ് നാം കാണുക. ചന്ദ്രന്റെ വ്യാസം എത്ര കിലോമീറ്റർ ആണ്? 3475 കിലോമീറ്റർ. ചന്ദ്രനിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയ മനുഷ്യന്റെ പേര്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ രണ്ടാമത് ഇറങ്ങിയ മനുഷ്യന്റെ പേര്? എഡ്വിൻ ആൽഡ്രിൻ. എഡ്വിൻ ആൽഡ്രിൻ. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ജീവി ഏതാണ്? ലൈക്ക എന്ന പട്ടി. 1957 നവംബറിൽ. ഏതു രാജ്യമാണ് ലൈക്ക എന്ന പട്ടിയെ ബഹിരാകാശത്ത് എത്തിച്ചത്? സോവിയറ്റ് യൂണിയൻ. അതായത് ഇന്നത്തെ റഷ്യ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയുടെ പേരെന്ത്? യൂറി ഗഗാറിൻ. സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യക്കാരനാണ് അദ്ദേഹം. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എന്നാണ്? 1961 ഏപ്രിൽ 12. ലോക ബഹിരാകാശ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 12. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ദിനമാണ് ലോക ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയുടെ പേര്? വാലന്റീന തെരഷ്കോവ. സോവിയറ്റ് യൂണിയൻകാരിയായ അവർ 1963 ബഹിരാകാശത്ത് എത്തിയത്. ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണം ഏതാണ്? ചന്ദ്രഗ്രഹണം. ലൂനാർ എക്ലിപ്സ്. ചന്ദ്രഗ്രഹണം. ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ വരുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണം ഏതാണ് എന്ന് പറയൂ. സൂര്യഗ്രഹണം. സോളാർ എക്ലിപ്സ്. വെളുത്ത വാവ് ദിവസം മാത്രം സംഭവിക്കുന്ന ഗ്രഹണമേത്? ചന്ദ്രഗ്രഹണം. ലൂനാർ എക്ലിപ്സ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് ചന്ദ്രൻ വരുന്ന ദിവസം കാണുന്ന ചന്ദ്രനെ പറയുന്ന പേര്? സൂപ്പർ മൂൺ. സൂപ്പർ മൂൺ എന്നാണ് പറയുക. ഒരു മാസത്തിൽ തന്നെ രണ്ടാമത് വരുന്ന പൂർണ്ണ ചന്ദ്രനെ എന്താണ് വിളിക്കുന്നത്? ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്ന് വിളിക്കും.
ഇന്ത്യയുടെ ചന്ദ്രനിലേക്കുള്ള ഗവേഷണ പേടകങ്ങളുടെ വിക്ഷേപണ പദ്ധതിക്ക് പേര് ചാന്ദ്രയാൻ. ചന്ദ്രദിന ക്വിസിൽ വിജയിക്കാൻ ഒരു സഹായി ഉണ്ണീസ് വിജയപാത. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ്? റിഗോലിത്ത്. റിഗോലിത്ത് എന്നാണ് പറയുക. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് സെലിനോളജി. സെലിനോളജി. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ മിഷൻ ഏതാണ്? അപ്പോളോ 11. അപ്പോളോ 11. ഏറ്റവും ഒടുവിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ഏതു വർഷമാണ്? 1972. അമേരിക്കയുടെ ഏറ്റവും പുതിയ ചാന്ദ്ര പദ്ധതിയുടെ പേര് ആർടെമിസ്. ആർടെമിസ്. മനുഷ്യൻ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര് സ്പുട്നിക് 1. സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏത്? ISRO. ISRO. എന്താണ് ISRO എന്നതിൻ്റെ പൂർണ്ണരൂപം? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതിൻ്റെ ചുരുക്കമാണ് ISRO. ഇസ്രോ എന്നും പറയും. ISROയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അന്തരീക്ഷ ഭവൻ, ബംഗളൂരുവിലാണ്. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. ISRO നിലവിൽ വന്നത് എന്നാണ്? 1969 ആഗസ്റ്റ് 15. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം സ്ഥിരീകരിച്ച ദൗത്യം ഏത് രാജ്യത്തിൻ്റെയാണ്? ഇന്ത്യയുടെ ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? അറിയാമോ? 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? അറിയാമോ? 2023 ജൂലൈ 14. ചാന്ദ്രയാൻ 3 നിന്നുള്ള വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ് പേര്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. 2025 ഇന്ത്യക്കായി ബഹിരാകാശ യാത്ര നടത്തിയത് ആര്? നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതൂ. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.